Hi everyone, welcome back to our channel. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IO കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് മാനേജ്മെന്റ് ഇന്റർഫറൻസ് കാർഡ് versus വയർഫ്രെയിം ഫേംവെയർ ആൻഡ് ബൂട്ട് പ്രോസസ്. ഇത്രയും ടോപ്പിക്സും കൂടി കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ തീരും. നിങ്ങൾക്ക് നോട്ട്സ് വേണമെങ്കിൽ അടിയിൽ ഞാനൊരു ടെലിഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കമന്റ് ചെയ്താൽ ഞാൻ നോട്ട്സ് ഷെയർ ചെയ്യുന്നതായിരിക്കും. IO കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൊസസ്സർ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടുമ്പോൾ എങ്ങനെയാണ് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. സോ നമുക്കൊരു CPU ഉണ്ട്, അതുപോലെ മെമ്മറി ഉണ്ട്, IO ഡിവൈസുകൾ കണക്റ്റഡ് ആണ്. എത്ര വേണമെങ്കിലും IO ഡിവൈസസ് നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റും. സോ ഈ IO ഡിവൈസസ് കണക്ട് ചെയ്യുമ്പോൾ ഇതൊരു ബസ്സാണ്. നമുക്ക് ഈ ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യും. ഈ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബസ്സുകളാണ്. ഓക്കെ, സോ ഈ ബസ്സസിലൂടെയാണ് ഈ IO കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ദ മെത്തേഡ് യൂസ് ടു എക്സിക്യൂട്ട് ദീസ് ഓപ്പറേഷൻസ് ക്യാൻ ബി സിഗ്നിഫൈ ദ ഇമ്പാക്ട് സിസ്റ്റം പെർഫോമൻസ്. സോ ഫസ്റ്റ് പ്രോഗ്രാംഡ് IO, പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന IOs ആണ് ഫസ്റ്റ് പറയുന്നത്. സോ അത് നമുക്ക് മൂന്ന് രീതിയിലുണ്ട്: പ്രോഗ്രാംഡ് IO, ഇന്ററപ്റ്റഡ് ഡ്രിവൺ IO ആൻഡ് ഓൾസോ DMA. സോ ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇത് എന്താ എന്നുള്ളത് നോക്കാം. അപ്പോൾ പ്രോഗ്രാംഡ് IO എന്ന് പറയുമ്പോൾ ഹൈ CPU ഇൻവോൾവ്മെന്റ് ഉള്ളതാണ് പ്രോഗ്രാംഡ് IO. അതിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കുറവാണ്. സിമ്പിൾ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ടാണ് പ്രോഗ്രാംഡ് IO യൂസ് ചെയ്തത്. ഇന്ററപ്റ്റഡ് IO എന്ന് പറഞ്ഞാൽ മോഡറേറ്റഡ് ഓർ ഭയങ്കര ഇന്ററപ്ഷൻസ് ഉണ്ടാവില്ല CPU ആയിട്ട്, എന്നാൽ ഒരു മീഡിയം എഫിഷ്യൻസിയും മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യാനായിട്ടാണ് ഇന്ററപ്റ്റഡ് IOs യൂസ് ചെയ്യുന്നത്. ഈ DMA എന്ന് പറഞ്ഞാൽ DMA യൂസ് ചെയ്യുന്ന CPU-ന്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മിനിമൽ ആണ്. അതുപോലെ തന്നെ ഹൈ എഫിഷ്യൻസി ബൾക്ക് രീതിയിലുള്ള ഡേറ്റ ട്രാൻസ്ഫറുമാണ് നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ പ്രോഗ്രാംഡ് IO എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ദ CPU ഇഷ്യൂസ് എ കമാൻഡ് ഓൺ ദ IO മൊഡ്യൂൾ. IO മൊഡ്യൂളിൽ ഒരു കമാൻഡ് കൊടുക്കും, എന്നിട്ട് അതൊരു വെയിറ്റിംഗ് ലൂപ്പിൽ നിൽക്കും ടു ചെക്ക് ദ സ്റ്റാറ്റസ് ഓഫ് ദ IO മൊഡ്യൂൾ. ഇനി IO മൊഡ്യൂൾ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ CPU-ന്ന് ഒരു സിഗ്നൽ കിട്ടും. ആ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? CPU ട്രാൻസ്ഫർ ചെയ്യും ഡേറ്റ. അങ്ങനെയാണ് എന്ത് നടക്കുന്നത്? പ്രോഗ്രാംഡ് IO വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു കമാൻഡ് വരും, ഒരു ലൂപ്പിൽ കിടക്കും, അതിന്റെ സ്റ്റാറ്റസ് എന്താന്ന് നോക്കും. ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് CPU-ന് അയക്കും. ആ CPU മെസ്സേജ് കിട്ടിയതിന് ശേഷമാണ് ഡേറ്റ ട്രാൻസ്ഫർ നടക്കുക. ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുമ്പോൾ CPU കംപ്ലീറ്റ്ലി ഓക്യുപ്പൈഡ് ആയിരിക്കും. ഏതെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, വെയിറ്റ് ചെയ്യുക, സെൻഡ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, സെൻഡ് ചെയ്യുക, ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കും. കോൺസ്റ്റന്റ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഈസി ഇംപ്ലിമെന്റേഷൻ ആണ്. യൂസ് കേസ് എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ഫോർ സിസ്റ്റംസ് വേർ IO ഓപ്പറേഷൻസ് ആർ ഇൻഫ്രീക്വന്റ്. IO ഓപ്പറേഷൻസ് അങ്ങനെ ഫ്രീക്വന്റ്ലി നടക്കാത്ത ഓപ്പറേഷൻസിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ഇന്ററപ്റ്റഡ് ഡ്രിവൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? CPU issues the command to IO modules and continue to execute other instruction. CPU എന്ത് ചെയ്യും? IOക്ക് ഒരു കമാൻഡ് കൊടുക്കും വർക്ക് ചെയ്യാനായിട്ട്. അതുകൂടാതെ CPU ബാക്കിയുള്ള ഓപ്പറേഷൻസും ചെയ്യും. ഇനി IO മൊഡ്യൂൾ പെർഫോം ദ ഓപ്പറേഷൻസ് ഇൻഡിപെൻഡന്റ്ലി. CPU ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ഇനി വൺസ് ദ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത IO മൊഡ്യൂൾ എന്ത് ചെയ്യും? ഒരു ഇന്ററപ്റ്റ് സിഗ്നൽ CPU-ന് സെൻഡ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ മെയിൻലി നോക്കുന്നത്. ഇന്ററപ്റ്റ് സിഗ്നലാണ് CPU-ന് സെൻഡ് ചെയ്യുന്നത്. ദ CPU സ്റ്റോപ്സ് ഇറ്റ്സ് കറന്റ് ടാസ്ക്. അപ്പോൾ എന്ത് ചെയ്യും? CPU ഇപ്പോൾ വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ടാസ്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഇന്ററപ്റ്റ് സിഗ്നലിലുള്ള ഡേറ്റ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇതിൽ CPU ഫ്രീ, കുറേ സമയത്തേക്ക് CPU ഫ്രീ ആണ് അൺടിൽ ഇന്ററപ്റ്റ് സിഗ്നൽ വരുന്നവരെ, അല്ലെ? അപ്പോൾ ഇന്ററപ്റ്റർ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഹാൻഡ്ലിംഗ് ടെക്നിക്കാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ CPU ഈസ് നോട്ടിഫൈഡ് ആസ് സൂൺ ആസ് ദ IO ഈസ് റെഡി, അല്ലെ? ഇനി യൂസ് കേസ് എന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ് പോലുള്ള മൾട്ടിപ്പിൾ IO ഡിവൈസുകൾ സൈമൾട്ടേനിയസ്ലി പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസിനാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനി DMA എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പൊ DMA വർക്ക് ചെയ്യുന്നത് CPU ഇനീഷ്യലൈസ് ദ IO ഓപ്പറേഷൻസ് ബൈ പ്രൊവൈഡിങ് എ മെമ്മറി അഡ്രസ്. അപ്പൊ IO ഓപ്പറേഷൻസ് ചെയ്യുന്നത് മെമ്മറി അഡ്രസ്, അതുപോലെ തന്നെ സൈസ് ഓഫ് ഡേറ്റ, കൺട്രോൾ സിഗ്നൽസ് ടു DMA കൺട്രോളർ. നമുക്കൊരു DMA കൺട്രോളർ ഉണ്ട്. ആ DMA കൺട്രോളറിലോട്ട് മെമ്മറി അഡ്രസ്, ഡേറ്റയുടെ സൈസ്, കൺട്രോൾ സിഗ്നൽസ് ഇതൊക്കെ പാസ് ചെയ്യും. അപ്പൊ DMA കൺട്രോളർ ഹാൻഡിൽസ് ദ ഡേറ്റ ട്രാൻസ്ഫർ. ബാക്കി നോക്കുന്നത് DMA കൺട്രോളർ ആണ്. ഇതെന്ത് ചെയ്യും? ഡേറ്റ ട്രാൻസ്ഫർ ഡയറക്ട്ലി ബിറ്റ്വീൻ മെമ്മറി ആൻഡ് IO ഡിവൈസസ് വിത്തൗട്ട് ഇൻവോൾവിംഗ് CPU. CPU-നെ ഇൻവോൾവ് ചെയ്യിക്കാണ്ട് ബാക്കിയുള്ള ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യും. The CPU is notified only when the entire transfer is complete. ഫുൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് CPU-നെ അറിയിക്കുക. ഓക്കെ, അപ്പൊ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ CPU-ന് അധികം റോളില്ല, അല്ലെ? allowing fastest data transfer. CPU is involved only in the initial setup-ൽ മാത്രമാണ് and completing notification. അതിൽ മാത്രമാണ് CPU-നെ ഇൻവോൾവ് ചെയ്യുന്നത്. ഹയർലി ലാർജ് വോളിയം ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴൊക്കെയാണ് ഈ ഒരു DMA ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ്, ലൈക്ക് ഗ്രാഫിക്സ് കാർഡ്, ഭയങ്കര ഹൈ സ്റ്റോറേജ് ഒക്കെ വേണ്ട
ഹൈ ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഗെയിംസ് അതൊക്കെ കളിക്കുമ്പോൾ DMAs ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി കീ ടെക്നോളജീസ് ആൻഡ് കണക്ഷൻസ്. നമുക്ക് ഒരു സ്മൂത്ത് കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ബസ് വേണം, നമ്മൾ ഒരു കൺട്രോളറിനെ പറ്റി പറഞ്ഞു, പിന്നെ ഒരു ബഫറിംഗ് വേണം. സോ ബസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിസിക്കൽ പാത്ത് ത്രൂ വിച്ച് ഡേറ്റ ഇസ് ട്രാവൽ ബിറ്റ്വീൻ ദ CPU, മെമ്മറി, IO ഡിവൈസസ്. ഇതിൻ്റെയൊക്കെ കൂടി ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു എന്താ പറയുക ഫിസിക്കൽ പാത്താണ് എന്ത് ബസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ക്യാരി സിഗ്നൽ ഫോർ ഡേറ്റ ട്രാൻസ്ഫർ ആൻഡ് ഡിവൈസ് കൺട്രോളർ. ഇനി കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? IO കൺട്രോളേഴ്സ് മാനേജ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് IO ഡിവൈസസ്, ഹാൻഡിൽ പല രീതിയിലുള്ള ടാസ്കുകൾ, ബഫറിംഗ്, എറർ കറക്ഷൻ, ഇതൊക്കെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് മാനേജ് ചെയ്യും. ഇനി ബഫറിംഗ്, ടു പ്രിവെന്റ് ദ ഡിലേ OS യൂസസ് ബഫർ. ഡിലേസ് പ്രിവെന്റ് ചെയ്യാൻ OS എന്ത് ചെയ്യും? ബഫേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. To hold the data while it is being transferred between CPU and IO devices. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കി വെക്കാം. ഇനി നെറ്റ്വർക്ക് കാർഡ് ഇന്റർഫേസ്, NIC. NIC എന്തിനാണ്? NIC is a hardware component that allows the computer to connect with network. അപ്പൊ NIC എന്ന് ഓർത്താൽ നെറ്റ്വർക്ക് ഒക്കെ, ഒരു ഇന്റർനെറ്റ് കണക്ഷൻ വേണമെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക്സ് എന്തായാലും നെറ്റ്വർക്കിന് എന്തായാലും NIC കാർഡ് വേണം. അപ്പോൾ ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ പാർട്ട് ഓഫ് ദ സിസ്റ്റം ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ കമ്പ്യൂട്ടർ ആൻഡ് അതർ ഡിവൈസസ് ഓഫ് ദ നെറ്റ്വർക്ക്, സച്ച് എസ് പ്രിന്റർ, സെർവർ. വേറൊരു കമ്പ്യൂട്ടറായിട്ടൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് NIC വേണം. അപ്പോൾ ഒരു PC, ഒരു സെർവർ ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു NIC കാർഡിലൂടെ ആയിരിക്കും. ഇനി എന്താണ് ഒരു NIC കാർഡ്? NIC കാർഡ് എന്ന് പറഞ്ഞിട്ട് ഈസ് സർക്യൂട്ട് ബോർഡ്, ഒരു ചിപ്പാണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ അകത്ത് അല്ലെങ്കിൽ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്യും, വിച്ച് എനേബിൾസ് ടു കണക്ട് വിത്ത് നെറ്റ്വർക്ക്. ഇറ്റ് അലൗ ഡേറ്റ ട്രാൻസ്മിഷൻ ഓവർ LAN, WAN, MAN. ഇതിലൊക്കെ ഡേറ്റ ട്രാൻസ്മിഷൻ കൊടുക്കും. NIC uses OSI model to transmit data through the physical layer, manage data packets, and the network layer operates as an interface between TCP/IP layer. NICs are commonly referred as LAN adapter, network interface controller, Ethernet card, etc. ഓക്കെ, അപ്പോൾ NIC കാർഡ് യൂസ് ചെയ്യുന്നത് OSI മോഡൽസിന് വേണ്ടിയിട്ടാണ്, എസ്പെഷ്യലി ഫോർ ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട്. അപ്പോൾ TCP/IP ലെയർ, ഇതിനൊക്കെ എന്ത് വേണം? നമുക്ക് എവിടെയൊക്കെ ഡേറ്റ നെറ്റ്വർക്ക് ഇൻവോൾവ് ആയിരിക്കുന്നു അവിടെയൊക്കെ എന്ത് വേണം? NIC കാർഡ് വേണം എന്നുള്ളത് ഒന്ന് ഓർത്താൽ മതി. ഇനി ടൈപ്സ് ഓഫ് NIC കാർഡ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി നമ്മുടെ മദർ ബോർഡിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്നതാണ്, USB ഒരു വയർലെസ് ഇന്റർഫേസ് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ എക്സ്റ്റേണലിൽ തന്നെ വയർലെസ് NIC, that is Wi-Fi വഴി കണക്ട് ചെയ്യുന്നുണ്ട്, USB വഴി കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഹൗ ഡസ് NIC കാർഡ് വർക്ക്? ഇനി എങ്ങനെയാണ് ഈ NIC കാർഡ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ, NIC ഓപ്പറേറ്റ് ബൈ കൺവേർട്ടിംഗ് ദി ഡേറ്റ ഫ്രം ദ കമ്പ്യൂട്ടർ ഇൻ ടു എ ഡേറ്റ പാക്കറ്റ്സ് ആയിട്ട് ഇതാക്കും. ദെൻ അനദർ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഒരു ഡേറ്റ NIC എന്ത് ചെയ്യും? ഡേറ്റയുടെ ഒരു ഡേറ്റ പാക്കറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഡേറ്റ പാക്കറ്റ് ആണ് നമ്മൾ വേറൊരു സിസ്റ്റത്തിലോട്ടോ സെർവറിലോട്ടോ ഒക്കെ എന്ത് ചെയ്യുന്നത്? സെൻഡ് ചെയ്യുന്നത്. ഇനി ഡേറ്റ കൺവേർഷൻ, NIC കൺവേർട്ട് ദ ഡേറ്റ ഫ്രം ദ കമ്പ്യൂട്ടർ ഇൻ ടു പാക്കറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദീസ് പാക്കറ്റ്സ് ആർ സെൻഡ് ഇൻ ടു ദ ഫിസിക്കൽ ലെയർ വെർ they are transformed into digital signals ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇനി NIC receives the incoming. വേറൊരു സിസ്റ്റത്തിൽ ഒരു NIC ഉണ്ടാവുമല്ലോ, ആ സിസ്റ്റം ഈ ഒരു പാക്കറ്റ്സ് റിസീവ് ചെയ്തിട്ട് convert them into a data that the computer can understand and forward up to operate the process. Okay, അപ്പോൾ ഈ വരുന്ന പാക്കറ്റ്സ് NIC റിസീവ് ചെയ്യും. റിസീവ് ചെയ്തത് കമ്പ്യൂട്ടറിന് മനസ്സിലാവും, അതെന്ത് ചെയ്യും? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഓപ്പറേഷൻസ് യൂസ് ചെയ്യും. ഇനി NIC ആക്ട് as a bridge between the physical medium, that is നമ്മുടെ കേബിൾസ് അതുപോലുള്ള ആൻഡ് ഓൾസോ ദ നെറ്റ്വർക്ക്സ്. ഇനി ഒരു NIC കാർഡിൽ എന്തൊക്കെ ഉണ്ടാവും? അതിൽ റൗട്ടേഴ്സ് ഉണ്ടാവും, ഡ്രൈവേഴ്സ് ഉണ്ടാവും, കണക്ടേഴ്സ്, മെമ്മറീസ്, പ്രോസസ്സേഴ്സ്, ഒരു MAC അഡ്രസ് എന്ന് പറഞ്ഞാൽ ഒരു യുണീക്ക് അഡ്രസ് ആണ്. പിന്നെ ഒരു LED ഇൻഡിക്കേറ്റർ, അതിന്റെ സ്റ്റാറ്റസ് അറിയാനായിട്ട്. റൗട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. ഡ്രൈവേഴ്സ് മീൻസ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് NIC. പിന്നെ കണക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കണക്ടേഴ്സ് ലൈക്ക് കേബിൾസ്. മെമ്മറി ഒരു ടെമ്പററി ആയിട്ട് ഈ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാം പ്രോസസ്സറിൽ. ഇനി പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഡേറ്റ മെസ്സേജ് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ NIC കാർഡിന്റെ ഒരു ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഡേറ്റ കൺവേർഷൻ ചെയ്യും, കണക്ടിവിറ്റിക്ക് ഹെൽപ്പ് ചെയ്യും, പ്രോട്ടോകോൾ സപ്പോർട്ട് ആൻഡ് ഓൾസോ ഡേറ്റ ലിങ്ക് ലെയർ ഓപ്പറേഷൻ. ഡേറ്റ ലിങ്ക് ലെയറിലാണ് ഈ എറർ ഡിറ്റക്ഷനും പാക്കറ്റ് സ്ട്രീമിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി സിസ്റ്റം ബസ്സസ്, നമ്മൾ നേരത്തെ പറഞ്ഞു സിസ്റ്റം ബസ്സസ് ഉണ്ട്. ഓക്കെ, അപ്പൊ സിസ്റ്റം ബസ്സസ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ പാർട്ടാണ് ദാറ്റ് കണക്ട് ഹാർഡ്വെയർ കമ്പോണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. CPU, മെമ്മറി, IO ഡിവൈസ് ഇവരെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. ഇറ്റ് അലൗ ദ ട്രാൻസ്ഫർ ഓഫ് ഡേറ്റ, അഡ്രസ് ആൻഡ് കൺട്രോൾ ദ സിഗ്നൽസ് ബിറ്റ്വീൻ ദീസ് കമ്പോണൻസ്, എൻഷുറിംഗ് ദാറ്റ് സിസ്റ്റംസ് ഫംഗ്ഷൻ ഇൻ എ
യൂണിഫൈഡ് ആസ് എ ഹോൾ മീൻസ് ഇതെല്ലാവരും കണക്റ്റഡ് ആയിട്ട് ഒറ്റൊരു സിസ്റ്റം ആയിട്ടാണ് പെർഫോം ചെയ്യുന്നതെന്ന് എൻഷുർ ചെയ്യുന്ന ആളാണ് ഇത് സിസ്റ്റം ബസ്. വൈ ഡു വി നീഡ് എ ബസ്? ഇനി എന്തിനാണ് നമുക്കൊരു ബസ് വേണ്ടത്? കാരണം നമുക്ക് ഒരു ഡിവൈസ് അല്ല, നമുക്ക് മൾട്ടിപ്പിൾ കമ്പോണൻസ് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഡേറ്റ ഫ്ലോ ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ഷൻസും എക്സിക്യൂഷൻസും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പല കോമ്പോണൻസും വേണം. അപ്പോൾ ഒരു ബസ് ഇല്ലെങ്കിൽ നമുക്കൊരു ഡയറക്റ്റ് കണക്ഷൻസ് ഉണ്ടാക്കുന്നത് ഭയങ്കര എക്സ്പെൻസീവും ഇൻഎഫിഷ്യൻ്റും ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു സിസ്റ്റം ബസ് കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് ആക്ട് as a common path allowing all components to communicate efficiently. ഇനി ഒരു സിസ്റ്റം ബസ്സിൽ എന്തുണ്ട്? കൺട്രോൾ ബസ് ഉണ്ട്, അഡ്രസ് ബസ് ഉണ്ട്, ഡേറ്റ ബസ് ഉണ്ട്, മെമ്മറി, CPU, IO ഡിവൈസസ്, ഇതെല്ലാം എന്താണ്? ഇന്റർ കണക്റ്റഡ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായി? ഒരു ഡയഗ്രാം വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം ബസ് അല്ലെങ്കിൽ ബസ്സസ് തമ്മിൽ ബസ് എന്തുകൊണ്ടാണ് യൂസ്ഫുൾ എന്ന്. കാരണം എല്ലാവർക്കും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ നമ്മുടെ സിസ്റ്റം ബസ്സിൽ 3 മേജർ കോമ്പോണൻസ് ആണ് ഉള്ളത്: ഡേറ്റ ബസ്, കൺട്രോൾ ബസ്, അഡ്രസ് ബസ്. അപ്പൊ ഡേറ്റ ബസ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ബസ് ആണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് CPU, മെമ്മറി, IO ഇവരൊക്കെ തമ്മിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇത് ബൈ ഡയറക്ഷണൽ ആണ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മെസ്സേജ് പോകാൻ പറ്റും, ബോത്ത് ഡയറക്ഷനിൽ. അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ബാക്കിയുള്ള ഡീറ്റെയിൽ വേണേലൊന്ന് വായിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഡേറ്റാ ബസ് എന്താണെന്ന് പറയാം. ഇനി കൺട്രോൾ ബസ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ബസ് ട്രാൻസ്മിഷൻ control and timing signals between CPU and other components. അപ്പൊ CPUന്റെ ബാക്കിയുള്ള കമ്പോണൻസും തമ്മിൽ കൺട്രോൾ ആൻഡ് ടൈമിംഗ് സിഗ്നൽസ്. കൺട്രോൾ ബസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൺട്രോൾ സിഗ്നൽസ് ബിറ്റ്വീൻ ദ കമ്പ്യൂട്ടർ, CPU ആൻഡ് ദ കമ്പോണൻസ്. ഇതും എന്താണ്? ബൈ ഡയറക്ഷണൽ ആണ്. ഇനി ഇതിൽ മെമ്മറി റീഡ്, റൈറ്റ്, IO റൈറ്റ് എന്ന് പറഞ്ഞ പല രീതിയിലുള്ള കൺട്രോൾ സിഗ്നൽസും ഉണ്ട്. ഇനി അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ അഡ്രസ് ബസ് ക്യാരീസ് ദ അഡ്രസ് ഫ്രം വൺ CPU ടു മെമ്മറി ഓഫ് IO, ഇൻഡിക്കേറ്റ് വെർ ദ ഡേറ്റ ടു ബി സ്റ്റോർ. എവിടെ വേണം ഡേറ്റ സ്റ്റോർ ചെയ്യണം എന്ന് പറയുന്നത് ആരാണ്? അഡ്രസ് ബസ് ആണ്. അപ്പൊ അഡ്രസ് ബസ്സിന് എങ്ങോട്ടേക്കാണെന്നുള്ള ഒരു ഡയറക്ഷൻ മാത്രം കാണിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്? യൂണി ഡയറക്ഷണൽ ആണ്, ഒരു ഡയറക്ഷനെ ഉള്ളൂ. ഇനി firmware എന്ന് പറഞ്ഞാൽ it is referred to a software that is embedded into hardware device to help them to operate efficiently. It acts as the bridge between the hardware and software by providing essential instruction for the device operation. അപ്പൊ നമ്മുടെ ഹാർഡ്വെയറിന്റെയും സോഫ്റ്റ്വെയറിന്റെ ഇടയിൽ വരുന്ന ഒരാളാണ് ഇത് ഫേംവെയർ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ഒരു ഫേംവെയർ നമുക്ക് എന്തായാലും എസെൻഷ്യൽ ആണ്. So often called software for hardware എന്നാണ് പറയുന്നത്. Firmware differ from general software while software is used for tasks like browsing. General ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ല. ഫേംവെയർ എന്ന് പറഞ്ഞാൽ it is responsible for device installation, hardware communication, basic input output operation. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഫേംവെയർ യൂസ് ചെയ്തത്. ഫേംവെയർ അപ്ഡേറ്റ്സ് വരാറുണ്ട്. കാരണം എന്താ? സെക്യൂരിറ്റിക്ക്, ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ, ഇംപ്രൂവ് ദ കോമ്പാറ്റബിലിറ്റി വിത്ത് ന്യൂ ടെക്നോളജീസ്, ഇതിനൊക്കെ വേണ്ടി ഫേംവെയർ അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ സിസ്റ്റത്തിലൊക്കെ വരാറുണ്ട്. ഇനി ടൈപ്സ് ആൻഡ് എക്സാമ്പിൾസ് ഓഫ് ഫേംവെയർ. ഫേംവെയർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെന്റ് ലെവൽസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫങ്ഷൻസ്. അപ്പൊ ലോ ലെവൽ ഫേംവെയർ ഉണ്ട്, ഹൈ ലെവൽ ഉണ്ട്, സബ് സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ ലോ ലെവൽ എന്ന് പറഞ്ഞാൽ വോളറ്റൈൽ മെമ്മറി റോമിലൊക്കെ ആയിരിക്കും സ്റ്റോർ ചെയ്ത് ഇൻട്രിക്സ് ടു ഹാർഡ്വെയർ ആൻഡ് യൂഷ്വലി കനോട്ട് ബി റീറിട്ടൺ ഓർ അപ്ഡേറ്റഡ്. അപ്ഡേറ്റ്സ് ഒന്നും വലിയ കാര്യമായിട്ട് വരില്ല. ഹൈ ലെവലിലാണ് കുറച്ചും കൂടി ഫ്ലാഷ് മെമ്മറി ചിപ്സിൽ സ്റ്റോർ ചെയ്ത് അത് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പറ്റും, ന്യൂ ഫീച്ചേഴ്സ് ഒക്കെ വരും. ലാസ്റ്റ് വൺ സബ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ സെമി ഇൻഡിപെൻഡന്റ് ആണ്. കാരണം അതില് മീൻസ് ലാർജ് സിസ്റ്റംസ് ലൈക്ക് CPU, ഫ്ലാഷ് ഡിസ്ക്, LCD യൂണിറ്റ്സ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഹാസ് ഇറ്റ്സ് ഓൺ ഫേംവെയർ ഫോർ ഓപ്പറേഷൻസ്. ഇനി കോമൺ ടൈപ്സ് ഓഫ് ഫേംവെയർസ് ബയോസ്, ബേസിക് IO ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുണ്ട്. അതാണ് ബയോസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ പ്രൊവൈഡിങ് ഇൻസ്ട്രക്ഷൻ ഫോർ സ്റ്റാർട്ടപ്പ് പ്രോസസ്. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റം ബൂട്ടിംഗ് എന്നൊക്കെ പറയില്ല, ആ ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഷുറിങ് എല്ലാ ഹാർഡ്വെയർസും പ്രോപ്പർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലായതിനു ശേഷമാണ് നമ്മുടെ ഡിവൈസ് ഓൺ ആവുന്നത്. ഇറ്റ് ചെക്സ് ദ കമ്പ്യൂട്ടേഴ്സ്, റാം, പ്രോസസർ, കണക്റ്റിംഗ് ഡിവൈസ്, എൻഷുർ എവറിത്തിങ് ഈസ് ഇൻ വർക്കിംഗ് ഓർഡർ ബിഫോർ ലോഡിംഗ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ആവുന്നതിന് മുമ്പ് നമ്മുടെ ഫുൾ ഹാർഡ്വെയർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ബയോസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ സ്റ്റാർട്ടപ്പ് പ്രോസസ്, ചെക്ക് ഫോർ എറേഴ്സ് ഇൻ ദ ബൂട്ടിംഗ് സീക്വൻസ് ടു കണക്ട് ദ ബൂട്ട് ലോഡർ ടു സ്റ്റാർട്ട് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ EFI, എക്സ്റ്റെൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ്. ഇതൊരു ന്യൂ വേർഷൻ ഓഫ് ഫേംവെയർ ആണ്, ബയോസിനെ റീപ്ലേസ് ചെയ്ത് മോഡേൺ ഡിവൈസിലൊക്കെ ഉള്ളത്. ഇതിന് ബെറ്റർ സെക്യൂരിറ്റി ഉണ്ട്, അതുപോലെ തന്നെ
സോഫ്റ്റ്വെയർ ബൂട്ടിങ് കുറച്ചും കൂടി നല്ലൊരു പ്രോസസ്സാണ്. സപ്പോർട്ട്സ് മോർ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇനി UEFI ഉണ്ട് അതിൽ തന്നെ, അത് കുറച്ചും കൂടി EFI-നെങ്കിലും എൻഹാൻസ്ഡ് ആണ്. UEFI ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂവർ വിൻഡോസ് ഡിവൈസിലൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് സപ്പോർട്ട് ബോത്ത് ഇന്റൽ AMD പ്രോസസ്സേഴ്സിനെയൊക്കെ, AMD ഒക്കെ ഒരു പ്രോസസ്സേഴ്സിന്റെ പേരാണ്. റീപ്ലേസ് ദ ട്രഡീഷണൽ ബയോസ് ഓപ്പറേഷൻസ് മാറ്റിയിട്ട് കുറച്ചും കൂടി നല്ല ബൂട്ടിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഹാർഡ്വെയർ ഇൻസ്റ്റാളേഷൻസ് യൂണിഫൈഡ് EFI-ക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ഈ ഒരു മോഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ബൂട്ടിംഗ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാർട്ടിംഗ് ദ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലോഡിംഗ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ നമുക്ക് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഒന്ന് ഉണർത്തുക അല്ലെങ്കിൽ എന്താ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇറ്റ് ഈസ് എ ക്രൂഷ്യൽ ഫോർ ദ സിസ്റ്റംസ് ടു ബിഗിൻ ദ ഫംഗ്ഷൻ. എപ്പോഴും എന്താണ് സ്റ്റാർട്ടിങ്ങിലാണ് മെയിൻലി ട്രബിൾസ് ഉണ്ടാവുന്നത്. അപ്പൊ CPU സ്റ്റാർട്ട്സ് വിത്ത് നോ സോഫ്റ്റ്വെയർ ഇൻ മെമ്മറി. ബൂട്ടിംഗ് ക്യാൻ ഹെൽപ്സ് ടു ഇനീഷ്യേറ്റഡ് ബൈ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ കമാൻഡ്സ്. ഇറ്റ് ഇൻക്ലൂഡ് എ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ്. അപ്പൊ ബൂട്ടിംഗ് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ സ്റ്റെപ്പ് അല്ല ഉണ്ടാവുക, അതിന്റെ അകത്ത് മൾട്ടിപ്പിൾ പ്രോസസ്സുകൾ ഉണ്ടാവും. കാരണം എന്താന്ന് പറഞ്ഞാൽ ബൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഓപ്പറേഷനിൽ തീരില്ല. സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്തിട്ടാണ് നമ്മുടെ സിസ്റ്റം പവർ ഓൺ ആവുന്നത്. ദ പ്രോസസ് എൻഷ്യൂർ ദാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് ലോഡഡ് ആൻഡ് റെഡി ടു ഇന്ററാക്ട് വിത്ത് ദ യൂസർ ആൻഡ് ഹാർഡ്വെയർ. ഈ ഒരു ടോപ്പിക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഷുവർലി ഒരു 9 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആരും ഈ ഒരു ടോപ്പിക് വേറെ ഏത് ടോപ്പിക് സ്കിപ്പ് ചെയ്താലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ബൂട്ടിംഗ് പറയുമ്പോൾ കോൾഡ് ബൂട്ടിംഗ് ഉണ്ട്. കോൾഡ് ബൂട്ടിംഗ് ആൻഡ് വാം ബൂട്ടിംഗ്. കോൾഡ് ബൂട്ടിംഗിന് നമ്മൾ ഹാർഡ് ബൂട്ടിംഗ് എന്ന് പറയും. occurs when the computer is ready completely powered off and then the power on is pressed and start. കംപ്ലീറ്റ്ലി ഓഫ് ആണ്, എന്നിട്ട് നമ്മൾ ഫസ്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് എന്താ പറയുന്നത് കോൾഡ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് ബയോസ് പോയിട്ട് അതിലുള്ള എല്ലാ ഓപ്പറേഷൻസ് റീഡ് ചെയ്യും. ഇതിന് ശേഷമാണ് OS ലോഡ് ആവുന്നത്. ഇത് കുറച്ചുകൂടി ടൈം എടുക്കും. ഇനി സോഫ്റ്റ് ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഹാപ്പൻസ് വെൻ ദ സിസ്റ്റം ഈസ് ഓൾറെഡി ഓൺ, അല്ലെങ്കിൽ ഒരു റീബൂട്ടിംഗ് ഓൾറെഡി നടന്നിട്ടുണ്ട്. വെൻ ദ സിസ്റ്റം ഹാങ്സ് ആഫ്റ്റർ എ ന്യൂ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ. ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്, Ctrl+Alt+, ഡിലീറ്റ് ചെയ്ത റീസെറ്റ് ബട്ടൺ ആണ്. നോ പവർ ഇസ് കട്ട് ഡ്യൂറിംഗ് ദിസ് പ്രോസസ്. ഇതാണ് നമ്മുടെ ബൂട്ടിംഗ് പ്രോസസ്സ്. ബൂട്ടിംഗ് പ്രോസസ്സ് നോക്കാം. വെൻ ദ സിസ്റ്റം ഈസ് പവർഡ് ഓൺ, ബയോസ് ആണ് റൺ ആവുന്നത്. അതിൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. അത് ആ ഒരു ഫംഗ്ഷൻ ആണ് റൺ ആവുന്നത്. വിച്ച് ചെക്സ് ദ എസെൻഷ്യൽ ഹാർഡ്വെയർസ് ആർ വർക്കിംഗ് പ്രോപ്പർലി. അപ്പൊ ഹാർഡ്വെയർ ആണ് ആദ്യം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യേണ്ടതെന്ന് ഈ ബയോസ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ വെച്ചിട്ട് നോക്കുന്നത്. ഇനി ബയോസ് ചെക്ക് ദ ബൂട്ട് സീക്വൻസ് സ്റ്റോർഡ് ഇൻ ദ CMOS. CMOS എന്നാണ് പറയാം. CMOS മെമ്മറിയാണ്. ഓക്കെ, ടു ഡിറ്റർമൈൻ വിച്ച് ഡിവൈസ് ടു ബൂട്ട് ഫ്രം. അപ്പൊ ഏത് ഡിവൈസിൽ നിന്ന് ബൂട്ട് ചെയ്യണമെന്ന് അത് നോക്കും. ഇറ്റ് സെർവ് ഫോർ MBR, മാസ്റ്റർ ബൂട്ട് റെക്കോർഡർ, വിച്ച് കണ്ടെയ്ൻസ് ദ ഇൻഫർമേഷൻസ് ടു സ്റ്റാർട്ട് ദ OS. അപ്പൊ MBR-ന്റെ അകത്താണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? വിച്ച് കണ്ടെയ്ൻസ് ദ ഇൻഫർമേഷൻ, OS സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ഇരിക്കുന്നത് MBR-ലാണ്. ഇനി MBR-ൽ the BIOS look for MBRs on the bootable devices. bootable ആയിട്ടുള്ള ഡിവൈസസിൽ എല്ലാം എന്ത് ചെയ്യും? MBR നോക്കും. ഇനി MBR contains code that checks for active partitions on the disk and loads the boot sector. അപ്പൊ MBR-ൽ അത് എല്ലാത്തിന്റെയും ആക്റ്റീവ് പാർട്ടീഷൻസ് ഉണ്ടോ, എല്ലാവരും ലോഡ് ആവുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. ഇനി ലോഡിംഗ് ദ ബൂട്ട് സ്ട്രാപ്പ് ലോഡർ. നെക്സ്റ്റ് വൺ ആണ് എന്ത്? ഇവിടെ അപ്പൊ MBR നോക്കും. MBR കഴിഞ്ഞിട്ട് എന്താണ്? വെയിറ്റ് എ മിനിറ്റ്. MBR കഴിഞ്ഞിട്ട് ബൂട്ട് സ്ട്രാപ്പ് ലോഡർ ആണ്. So it is loaded into the memory. Bootstrap loader the memory loading. This program begins the process of starting the operating system. അപ്പോഴാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ വെച്ചാണ് നമ്മുടെ OS സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, ഇനി ലോഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ലോഡ്സ് ദ എസെൻഷ്യൽ ഫയൽ ലൈക്ക് IOSys and MS-DOSys. ഇതൊക്കെ നമുക്ക് OS-ൽ വേണ്ട ഓരോ ഫംഗ്ഷൻസ് ആണ്. ടു ദ കറസ്പോണ്ടിങ് കേർണൽ ഫയൽസ്. കേർണൽ ഈസ് ദ കോർ പാർട്ട് ഓഫ് OS. ഈ കേർണൽ എന്ന് പറയുന്നത് OS-ലെ ഒരു പാർട്ടാണ്. വിച്ച് begins the managed system resources. ഇനി കമാൻഡ് ഇന്റർപ്രറ്റർ ഉണ്ട്. കമാൻഡ് ഇന്റർപ്രറ്റർ ഫോർ ദ സിസ്റ്റം ലൈക്ക് DOS. ദ കമാൻഡ് ഇന്റർപ്രറ്റർ ഇസ് ലോഡഡ്. അപ്പൊ അതിന് ശേഷം എന്ത് ചെയ്യും? കമാൻഡ് ഇന്റർപ്രറ്റർ ലോഡ് ചെയ്യും. And the system configures the files, configures it. The system is now ready to execute the command. After loading necessary files, the operating system prompt the interface. നമുക്ക് വേണ്ട ലോഗിൻ അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് വിൻഡോ സ്ക്രീൻ നമുക്ക് ലോഡ് ആയിട്ട് വരും. ടു ഇന്ററാക്ട് വിത്ത് ദ സിസ്റ്റം.
അപ്പൊ ഇത് നന്നായിട്ട് നോക്കുക. ഫസ്റ്റ് ബയോസ്, അതിൽ പോസ്റ്റ് ഓപ്പറേഷൻ ഹാർഡ്വെയർ നോക്കും. പിന്നെ ഇത് പോയിട്ട് നമ്മുടെ മെമ്മറി, CMOS മെമ്മറിയിലെ സീക്വൻസുകൾ നോക്കും. അത് നേരെ MBRൽ പോയിട്ട് സെർച്ച് ചെയ്യും. MBR അവിടെ നിന്ന് ചെയ്യും, ബൂട്ട് സ്ട്രാപ്പ് ലോഡറിനെ ലോഡ് ചെയ്യിക്കും. ഈ ബൂട്ട് സ്ട്രാപ്പ് ലോഡർ ആണ് നമ്മുടെ OSനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും എസെൻഷ്യൽ ഫയലുകളൊക്കെ ലോഡ് ചെയ്തതിന് ശേഷം CMID കമാൻഡ് ഇന്റർപ്രറ്റർ അതിനെന്ത് ചെയ്യും, ലോഡ് ചെയ്യും. അതിൻ്റെ അകത്തൊന്നും വേണ്ട ഫയൽസ് ഒക്കെ ലോഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ഇന്റർഫേസ് അല്ലെങ്കിൽ നമ്മുടെ ലോഗിൻ പേജ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഇങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കിയിട്ട് എക്സാമിന് അതൊരു സെന്റൻസ് അങ്ങോട്ട് എഴുതാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, ഒരു ഡയഗ്രാം പോലെയൊക്കെ വരക്കണമെങ്കിലും കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇനി ഡ്യുവൽ ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ, ഡ്യുവൽ ബൂട്ടിംഗ് റെഫേഴ്സ് ടു ദി സെറ്റപ്പ് ഓഫ് 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൽ 2 മാക് OS ഉണ്ട്. മാക് വേണ്ട, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ ലാപ്പിൽ ലിനക്സും ഉണ്ട്, നമുക്ക് വിൻഡോസും ഉണ്ട്. ഇത് രണ്ടും എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. ഈ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ രണ്ടിനെയും ആർ ഇൻസ്റ്റാൾഡ് ഓൺ ദ സെയിം മെഷീൻ. ഒരു സെയിം മെഷീനിലായിരിക്കും ഇത് ഉണ്ടാവുക. Boot manager is used to select which OS to load when the computer starts. The boot manager displays the menu for the users. അപ്പോൾ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഏത് വേണമെന്ന് ചൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഡ്യുവൽ ബൂട്ടിംഗ് വെച്ചിട്ടാണ് ചൂസ് ചെയ്യുന്നത്. അത് നമുക്ക് സെയിം സ്റ്റെപ്പ് തന്നെയാണ്, അതിന് മുമ്പ് അത് ചോദിക്കുന്നേ ഉള്ളൂ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പൊ ഈ ഒരു മൊഡ്യൂളിൽ ഈ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ബൂട്ടിംഗ് എന്തായാലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ ഓൾറെഡി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ചോദിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 9 മാർക്കും. ഈ ഫേംവെയർ ഒക്കെ എന്തായാലും 3 മാർക്സ് 4 മാർക്സിൽ NIC കാർഡൊക്കെ ചോദിക്കും. IO കമ്മ്യൂണിക്കേഷനും കുറച്ച് നല്ലൊരു മാർക്കിന് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഒരു ഹാഫ് മൊഡ്യൂളാണ് പഠിക്കുന്നതെങ്കിലും എല്ലാ മൊഡ്യൂളും പഠിക്കണം. എല്ലാ മൊഡ്യൂളിന്റെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും അറ്റ്ലീസ്റ്റ് എന്താണ് എന്നുള്ളതെങ്കിലും മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് എക്സാം പാസ്സാകാൻ പറ്റും. താങ്ക് യു.